നമസ്തേ. ഇന്നത്തെ പുല്ലാങ്കുഴൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് സരിഗമ ആ ഒരു പാഠമാണ്. അപ്പോൾ ഈ സരിഗമ 4 4 8 പിന്നെ സരിഗമ പദനിസ സാനിദാപ്പ മകരിസ ആ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ സരിഗമ എന്ന് പറയുന്ന അത് ഇപ്പം ഫിംഗറിംഗ് ഒക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ സരിഗമ ഇങ്ങനെ ഈ ഗായും മായും അടച്ചു പിടിക്കാൻ നല്ല പ്രാക്ടീസ് ആയാൽ മാത്രമേ ഈ സരിഗമ എന്ന് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഞാൻ ഫസ്റ്റ് ടൈം 1ാം കാലം വായിക്കാം. ഒന്നാം കാലം മനസ്സിലായി കാണുമല്ലോ. എൻ്റെ പാഠം സരിഗമ പധാനീസ. തിരിച്ചതുപോലെ അവരോഹണം സാനിദാപ്പ മകരിസ. ഇതിൻ്റെ 1ാം കാലമാണ് ഇപ്പം ഞാൻ വായിച്ചത്. ഇനി അതിൻ്റെ 2ാം കാലം. ഇത് 2ാം കാലം. കുറച്ച് സ്പീഡാണ്. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡ് കുറയ്ക്കാം, കുറച്ച് പറഞ്ഞുതരാം, കുറച്ചുകൂടി സ്പീഡ് കുറയ്ക്കാം. അപ്പോൾ 3ാം കാലം ഞാൻ വായിക്കാം. ഇത് ഇത്രയും സ്പീഡിൽ വായിക്കണമെന്നില്ല, കുറച്ചുകൂടി സ്പീഡ് കുറച്ച് വായിക്കാം. ഞാൻ 3ാം കാലം വായിക്കാം. ഒന്നുകൂടി വായിക്കാം. അടുത്ത ഇനി 4 ശരിക്കും 3ാം കാലം. അടുത്ത 4ാം കാലം. 4ാം കാലം ഇതിൻ്റെ ഇരട്ടി സ്പീഡാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇനി 4ാം കാലം. ഇത് 4ാം കാലം. ഒരു ശ്വാസത്തിലാണ് വായിച്ചത്. ഒരു ശ്വാസത്തിലും വായിക്കാം ശ്രമിച്ചാൽ. ഞാൻ ആ ഫസ്റ്റിൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എയർ ഇങ്ങനെ കണ്ടിന്യൂഷൻ കിട്ടുന്ന ഒരു വായിക്കാം. അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ ഒറ്റ ശ്വാസത്തിൽ വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഒരു ശ്വാസമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം.